ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാർ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ്. പിന്നെ കാണാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് നിങ്ങൾ ആരും പ്രതീക്ഷിച്ച വമ്പൻ ട്വിസ്റ്റാണ്. ആ ട്വിസ്റ്റ് മറ്റൊന്നുമല്ല, സത്യങ്ങൾ എന്നറിയും എന്ന ആ ഒരു ചോദ്യത്തിൻ്റെ അവസാന ഉത്തരം ദാ വന്നിരിക്കുന്നു. സത്യം, പപ്പി മോൾ ശാലിനിയുടെ മകൾ എന്ന സത്യം എല്ലാവരും അറിയാനുള്ള നിമിഷമാണ് ശ്യാമ തന്നെ ഒരുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. അതിന് മുന്നേ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺസ് കമൻസും ഷെയർ ചെയ്യാൻ ആരും മറക്കണ്ട. ഞാനിപ്പോൾ ഇച്ചിരി ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് പറയുന്നത് ഇച്ചിരി നീണ്ടൊരു വീഡിയോ ആയിരിക്കും. കാരണം ഇവിടെ നമുക്ക് ഒരു 3, 4, 5, 6 ദിവസം ചിലപ്പോൾ 2 ആഴ്ച കൊണ്ട് ഇവിടെ മൊത്തം കാണിക്കാവുന്ന കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയ്ക്ക് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമയുടെ ഒരു ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ള കാര്യത്തിൻ്റെ ഒരു ഹിൻറ്റ് മനസ്സിലാവും കേട്ടോ. എപ്പിസോഡ് തുടർന്ന് തന്നെ കാണിക്കുന്ന കാര്യം നമ്മൾ ശാലിനി വിഷ്ണുവിനെ കാണാൻ വേണ്ടി വിളിച്ചു വരുത്തി. അപ്പം വിഷ്ണു ആണെങ്കിൽ ശാലിനിയോട് ആലോചിക്കുന്നത്, നീ ആണോ എന്നെ വിളിച്ചു വരുത്തിയത്? നിനക്ക് വേറെ പണിയില്ലേ? ഞാൻ നിന്നെ കാണാൻ വേണ്ടിയല്ല വന്നേ. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ഓ എന്നെ കണ്ടാൽ എന്താ ഇത്ര കുഴപ്പമില്ല, ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എടുക്കാത്തതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു മറ്റൊരു ഫോൺ നമ്പറിൽ നിന്ന് വിളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും വിഷ്ണു എന്താണ് പോകാൻ വേണ്ടി ബൈക്ക് എടുക്കാൻ നിൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ആ ബൈക്കിൻ്റെ താക്കോൽ ശാലിനി എടുത്ത് മാറ്റുക. അപ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ അടുത്ത് ശാലിനി എന്താണ് നല്ല പ്രണയത്തോടുകൂടി സംസാരിക്കുന്ന നോക്കുമ്പം വിഷ്ണു ശാലിനിയുടെ മുഖം കൊടുക്കുക. അപ്പോൾ ശാലിനി പറയുന്നത്, ഞാൻ ഇത്രയും സംസാരിച്ചതിന് വിഷ്ണു ഏട്ടന് ഒറ്റ വാക്ക് വീതം മാത്രമേ എന്നോട് സംസാരിക്കുള്ളൂ. ആ ഇല്ല എന്താ അതൊക്കെ ചോദിക്കാവുള്ളൂ, അല്ല 2 വാക്ക് സംസാരിക്കല്ലേ. ഇപ്പം എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ട് വിഷ്ണു ഏട്ടന് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് റൊമാൻറ്റിക്കാൻ നോക്കുമ്പോൾ ശാലിനി നീ മതി, എന്നെ വിഡ്ഢിയാക്കിയ കാര്യങ്ങളൊക്കെ മതി വിഷ്ണു ഏട്ടൻ, ഞാൻ പറയുന്നത് കേൾക്കുന്നത് പറയപ്പെട്ടു പറയുന്നത് അമ്മയുടെ മുന്നിൽ വെച്ച് അമ്പലത്തിൽ വെച്ച് പറഞ്ഞ സത്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഞാൻ ഒരു വട്ടം കേട്ടതാണ്, ഇനി എനിക്ക് കേൾക്കേണ്ട ശാലിനി. വിഷ്ണു വീണ്ടും അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് എന്താണ് പ്രകൃതി തന്നെ അവരെ ഒന്നായി ചേർക്കാനായിട്ട് ഒരു അനുകൂലത കൊടുക്കുവാണ്. മഴ, നല്ല ശക്തമായ മഴ പെയ്തു തുടങ്ങും. ആ വിഷ്ണുട്ട മഴ പെയ്തല്ലോ. അപ്പം വിഷ്ണുട്ട എന്താണ് ബുള്ളറ്റിലല്ലേ വന്നത്, ബാ എൻ്റെ കാറിൽ ഇരിക്കുന്നത് നേരെ എന്താണ് ശാലിനി മഴ പെയ്ത് നനഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം പിടിക്കും, പിന്നെ അതിൻ്റെ പാടും കൂടെ എനിക്കാണ്, ഞാനല്ലേ അതിനെക്കുറിച്ച് സങ്കടപ്പെടണ്ടേ. അപ്പം വിഷ്ണു പറയുന്നത്, നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ സങ്കടപ്പെടാൻ നിൽക്കുന്നത്, അതൊന്നും പറയാൻ നിൽക്കണ്ട വിഷ്ണുട്ടൻ, വാ ഇനിയിപ്പോൾ എന്നെ കാണാൻ വന്നിട്ട് മഴ നനഞ്ഞ് വന്നിട്ട് ആ ഒരു കുറ്റം കൂടെ സത്യാമ്മ എൻ്റെ മേലെ അടിച്ചിപ്പിക്കാനല്ലേ, അതൊന്നും പറ്റത്തില്ല. അപ്പോൾ വന്നിട്ട് നേരെ വിഷ്ണുവിനെ കൊണ്ടുവന്ന് കാർ ഇരുത്തുക. അപ്പോൾ ഈ കാറിനകത്ത് ഈ വട്ടം ഡ്രൈവറില്ല, ഷാനിയാണ് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നത്. തൊട്ടിപ്പുറത്തെ സീറ്റിൽ തന്നെ എന്താണ് നമ്മുടെ വിഷ്ണു ഇരിപ്പുണ്ട്. അപ്പം മഴ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ആ റേഡിയോയിൽ കാറിൻ്റെ റേഡിയോക്കകത്ത് പാട്ടിടുവാണ്. അപ്പം നല്ല റൊമാൻറ്റിക്കായിട്ട് സോങ് വരുമ്പം രണ്ടുപേരും പരസ്പരം അങ്ങനെ അറിയാതെ പരസ്പരം നോക്കിയിരുന്ന് അങ്ങ് പോവുകയാണ്. നല്ല പ്രണയത്തിനകത്ത് ഇതിനെ ആസ്വദിച്ച് നിന്ന് ആ ഒരു സമയത്തിൽ പരസ്പരം ശാലിനിയെ ഓരോ കാര്യം പറയാൻ വേണ്ടി വന്ന ആ സമയത്ത് കറക്റ്റ് എന്താണ് ആ റേഡിയോയുടെ ആ ഒരു കറക്റ്റ് ആ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് അടുത്ത ചാനലിലേക്ക് പോകാൻ വന്നിട്ടുള്ള രീതിയിൽ ആ അനൗൺസ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് രണ്ടുപേരും എന്താണ് യാഥാർത്ഥ്യ ലോകത്തിലേക്ക് വരുവാണ്. അപ്പോഴത്തേക്ക് മഴയൊക്കെ നിന്ന് ശാലിനി ഞാൻ പോകുന്നതിന് നേരെ വിഷ്ണു ആ കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നേ കളിയുന്നു. വിഷ്ണു ഒന്ന് ശാലിനിയും കണ്ട് ഈ മഴയത്ത് അങ്ങനെ ശാലിനിയായിട്ടിരുന്ന് ഇതെല്ലാം കൂടെ അപ്പോഴത്തേക്കും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയ്ക്കകത്താണ് വിഷ്ണു നേരെ വീട്ടിൽ കയറി ചെന്നത്. വീട്ടിലാണെങ്കിലോ അതിൻ്റെ അപ്പുറത്ത് പോയില്ല, മറ്റൊന്നുമല്ല, സത്യഭാമ വിഷ്ണുവിൻ്റെ കല്യാണം ഉറപ്പിച്ച് നടത്താനുള്ള തീരുമാനമായതുകൊണ്ട് വിഷ്ണുവിൻ്റെ അടുത്ത് പറയുകയാണ്, നീ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ഇട്, ബാക്കിയുള്ള കാര്യമല്ലേ, അവൾ ഒപ്പിട്ട് തന്നില്ല എന്നല്ലേ ഉള്ളൂ, അതൊന്നും വലിയ കാര്യമല്ല. വക്കീൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ അവളെ തൊലി ഉരിക്കുമ്പം അവൾ പറയാനുള്ള രീതിയിൽ ഒന്നും അവിടെ പറയാതില്ലാകുമ്പം അവൾ തന്നെ നിനക്ക് ഡിവോഴ്സ് തരേണ്ടി വരും. കളഞ്ഞിട്ട് പോയി ഇപ്പോഴും നിന്നെ എന്നെയും വിഡ്ഢിയാക്കിക്കൊണ്ട് നടക്കുന്ന ആ ഷാനിനെ എടുത്ത് കളഞ്ഞിട്ട് നീ മര്യാദയിൽ നിൻ്റെ ജീവിതം ജീവിക്കാൻ നോക്ക്, നീ എന്നെ എന്തിനാ വിഷ്ണു ഇങ്ങനെ ഇട്ട് സങ്കടപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് ലാസ്റ്റ് വിഷ്ണുവിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് സത്യഭാമ എന്താണ് ഡിവോഴ്സ് പേപ്പർ ഒപ്പിടിപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. അവർ സത്യഭാമയാണെങ്കിൽ ഈ ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ട് കണ്ടപ്പോഴത്തേക്കും സത്യഭാമയ്ക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ ഇതൊക്കെ കണ്ട് നമ്മുടെ ശ്യാമ മനസ്സ് തകർന്ന് നിൽക്കുവാണ്. ഈ ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ടതിൻ്റെ പ്രധാന കാര്യം തന്നെ ഈ പറയുന്ന സത്യഭാമ വാക്ക് കൊടുത്ത ഒരു പെണ്ണിൻ്റെ വീട്ടുകാരുണ്ടല്ലോ, അവർ വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുവാണ്. കാരണം എന്ന് വെച്ചാൽ സത്യാമ്മ ഇങ്ങനെയൊക്കെ എന്താണ് വിഷ്ണുവിനെ വിവാഹം കഴിച്ചാൽ അന്ന് 4 പേര് കേൾക്കത്തക്ക രീതിയിൽ പറഞ്ഞു അവിടെയോ കല്യാണം മുടങ്ങിയതാണ്. അതിനുശേഷം വീണ്ടും വിഷ്ണുവായിട്ടുള്ള കല്യാണം കൂടെ മുടങ്ങിയ എൻ്റെ പെണ്ണിനെ ആര് കേട്ടും, സത്യാമ്മ പോലും വേണമെന്ന് വെച്ചാൽ എൻ്റെ പെണ്ണിന് എന്തെങ്കിലും കുറവുണ്ടെന്നല്ലേ നാട്ടുകാർ കരുതത്തുള്ളൂ. ബഹുജനം പല വിധമാണ്. അതൊരു പെണ്ണിൻ്റെ ജീവിതത്തിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ മതി, ഒരു തീപ്പൊരി വീണാൽ തന്നെ മതി, പിന്നെ അതങ്ങ് ആളി കത്തിക്കാൻ വേണ്ടി. അതുകൊണ്ട് സത്യാമ്മ ഇതിനൊരു പരിഹാരമാണ്. ഒന്നീ സത്യാമ്മയുടെ മകനെ ഡിവോഴ്സ് ഒന്നും കിട്ടാതെ സത്യാമ്മ ഒരു കാരണവശാലും എൻ്റെ മകളെ വിവാഹം കഴിക്കുന്ന വാക്ക് തരാൻ പാടില്ല. സത്യാമ്മ കാണിച്ച അനീതി തന്നെയാണ്. സത്യാമ്മ ആ ഒരു കാര്യം പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞില്ലാന്നെങ്കിൽ കല്യാണം അവിടെ വെച്ച് മുടങ്ങി എന്നുള്ള പ്രശ്നം മാത്രമുള്ളത്. ഇതിപ്പോൾ സത്യാമ്മ വാക്ക് തന്നിട്ട് അത് നടത്തില്ലെങ്കിൽ അവളുടെ ജീവിതം എന്താകും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കിടന്നവിടെ ഭയങ്കര അങ്ങ് ഷൗട്ട് ചെയ്യുമ്പോൾ ശ്യാമ വിചാരിക്കും, ഇയാൾ കാര്യങ്ങളെ കൂടുതൽ വഷളാക്കാൻ വേണ്ടി നിൽക്കുമല്ലോ, ഒന്നാമത് തന്നെ എന്താണ് വിഷ്ണുവേട്ടനെ കൊണ്ട് ഡിവോഴ്സ് പേപ്പർ ഒപ്പിടിപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിൽക്കുമ്പോഴത്തേക്കും സത്യഭാമ ആരും പ്രതീക്ഷിച്ച ഒരു വാക്ക് കൊടുക്കുക. മതി, എൻ്റെ വീട്ടിൽ കിടന്ന് ഇത്രയൊക്കെ പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ മതി, ഞാൻ നിങ്ങൾക്കൊരു വാക്ക് 4 പേര് കേൾക്കത്തക്ക രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് സത്യഭാമ പാലിച്ച്, പറയുന്ന വാക്ക് പാലിക്കുന്നതിന് വേണ്ടി മാത്രമേ സത്യഭാമ വാക്ക് തരാറുള്ളൂ എന്നൊക്കെ പറയുമ്പം അയാൾ പറയുന്നത്, എങ്ങനെ പാലിക്കും സത്യഭാമ, ഇന്ന് വരെ വിഷ്ണുവിന് ഡിവോഴ്സ് ആയിട്ടില്ല, പിന്നെ എങ്ങനെ ചോദിക്കുമ്പം സത്യഭാമ ഡിവോഴ്സ് പേപ്പർ എടുത്ത് കാണിക്കും, കണ്ടോ എൻ്റെ മകനെ കൊണ്ട് ഞാൻ ഒപ്പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന പേപ്പറാണ്, ഇനി അവളുടെ കാര്യമല്ലേ അത് കോടതി ഞാൻ നോക്കിക്കൊള്ളാം,
പിന്നെ നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ ഞാൻ ഇപ്പോൾ ഒരു വാക്ക് തരുവാണ്. നിങ്ങളുടെ മകളുടെ ജീവിതമൊന്നും ഞാൻ തന്ന വാക്കുകൊണ്ട് നശിച്ചു പോകത്തില്ല. എൻ്റെ മകൻ വിഷ്ണു നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കിട്ടിയില്ല എങ്കിൽ നിങ്ങളുടെ മകൾക്ക് എൻ്റെ എല്ലാ സ്വത്തുകളും അവളുടെ പേരിൽ ഞാൻ എഴുതി തരും. ഞാൻ ദാ ഇവിടെ വെച്ച് വാക്ക് പറയുന്നു. ഇത് സത്യഭാമയുടെ വാക്കെന്ന് പറയുമ്പം അദ്ദേഹത്തിന് അങ്ങ് സന്തോഷമാകും. കാരണം സ്വത്ത് കിട്ടിയാലും മതിയല്ലോ. കാരണം ഈ നാട്ടിലെ ഏറ്റവും വലിയ ജമ്മിയായ പ്രമാണിയായ നഷ്ടപ്പെടാനിരിക്കുന്ന സ്വത്തുള്ള സത്യഭാമയുടെ സ്വത്താണെന്നുള്ള കാര്യം അദ്ദേഹം അറിയുന്നില്ല എന്നേ ഉള്ളൂ. അയാൾ പോയി കഴിയുമ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഡിവോഴ്സ് പേപ്പറിൽ വിഷ്ണു ഒപ്പിട്ടു എന്നുള്ള കാര്യം ഷാനിയോട് വിളിച്ച് ഷാനിയെ ഭയങ്കരമായിട്ട് മാനസികമായി തകർക്കുന്ന രീതി സംസാരിക്കുകയാണ് സത്യഭാമ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഷാനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം എന്താണ് തൻ്റെ ജീവിതം ഇതോടെ തീർന്നത്, തനിക്ക് സത്യം തെളിയിക്കാൻ പറ്റില്ല, താൻ പറയുന്ന സത്യം കേൾക്കാൻ വിഷ്ണുവേട്ടൻ പോലും ഇപ്പം തയ്യാറല്ല, പിന്നെ ഞാൻ ആരാണ് ഈ സത്യങ്ങളൊക്കെ തെളിയിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഷാനി ഇവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ സത്യമോളുടെ ഒടുക്കാത്ത വാശന, അച്ഛൻ വന്ന് ഭക്ഷണം തന്നാൽ മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ചൊല്ലി കുറേ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ എപ്പിസോഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ തനിയെ ഒരു വീഡിയോ പറയാം. കാരണം അതും കൂടെ പറയാൻ കഴിഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോഴൊന്നും തീരത്തില്ല. ഇപ്പം പറഞ്ഞ വരെ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരു 3 ദിവസം ആകുമ്പോഴാക്കി ഇത്രയും കാര്യങ്ങളെങ്കിലും നമുക്ക് എപ്പിസോഡായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ കാര്യം കാണിക്കുന്ന പറയുമ്പോഴത്തേക്കും ഇങ്ങനെ രാത്രി വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ വിഷ്ണു എന്താണ് ഈ ശാലിനിക്ക് വേണ്ടി ഡിവോഴ്സ് പേപ്പറിൽ താൻ ഒപ്പിട്ടതിന് സങ്കടം എല്ലാം ആയിട്ട് നേരെ വിഷ്ണു പോയി കള്ളം കുടിക്കുകയാണ്. മൂക്കുമുട്ട കള്ള് കുടിച്ച് വിഷ്ണു എന്താണ് ലക്കില്ലാതെ വീട്ടിൽ വന്ന് കയറി ശ്യാമയെ നോക്കിയിട്ട് പറയുക, നീയൊക്കെ എന്ന് എൻ്റെ ജീവിതത്തിൽ വന്ന് കയറി, നീയൊക്കെ എന്ന് എൻ്റെ കുടുംബത്തിൽ വന്ന് കയറി, അന്ന് നശിച്ച ഈ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനം ഒരറ്റം ചേച്ചി ഒരറ്റം അനിയത്തി, നിങ്ങളൊന്നും കൊണ്ട് ഈ വീട്ടിൽ സ്വസ്ഥതയില്ലല്ലോ. അപ്പോൾ ശ്യാമയുടെ മനസ്സ് വേദനിക്കുന്ന രീതി ഭയങ്കര സംസാരിക്കും. ശ്യാമയ്ക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറ്റബോധം തോന്നും. സത്യമല്ലേ, ഞാൻ ഈ വീട്ടിൽ വന്നപ്പോഴല്ലേ ഇത്രയും പ്രശ്നം, ഞാൻ ഈ വീട്ടിൽ വിവാഹം കഴിച്ച് വന്നിട്ടില്ല എന്നെങ്കിൽ രോഹിത്തിൻ്റെ ഭാര്യയായിട്ട് ഞാൻ മാറിയിട്ടില്ല എന്നെ. കാരണം എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ കുഞ്ഞിച്ചി അനുഭവിച്ചത്. കാരണം ആദ്യം ഞാൻ ഒരാളെ പ്രേമിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവനെ കാണാൻ വേണ്ടി ഞാൻ ഓടി ചെന്ന് കയറിയപ്പോഴത്തേക്കും അത് സുസ്മിത കയ്യോട് പോയി സത്യാമ്മയുടെ ചെവി എത്തിച്ചു കൊടുത്തു. സത്യാമ്മയുടെ മുന്നിൽ പിടിച്ചേക്കാൻ വേണ്ടി എൻ്റെ കുഞ്ഞിച്ചിയെ വിഷ്ണുവേട്ടന് ഒരുപോലെ എന്താണ് എന്നെ സഹായിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞൊരു കാര്യമാണ്. കുഞ്ഞിച്ചി എന്താണ് പ്രഗ്നൻ്റ് ആണെന്നും അത് കാണിക്കാൻ വേണ്ടി അവിടെ ചെന്നതാണ്. ആ പേരും പറഞ്ഞാണ് കുഞ്ഞേച്ചിയുടെ ലൈഫിലെ ആദ്യത്തെ പ്രശ്നം തുടങ്ങുന്നത്. അതുകൊണ്ടല്ലേ സത്യാമ്മ ലാസ്റ്റ് പറഞ്ഞത് കുഞ്ഞേച്ചി മനഃപൂർവ്വം തന്നെ സത്യാമ്മയെ പറ്റിച്ചത്. എന്നിട്ട് എൻ്റെ സീമന്തത്തിലോ സത്യാമ്മ തന്നെ എൻ്റെ കൈ അറിയാതെ തട്ടി വിട്ടപ്പം ഞാൻ താഴെ വീണൻ്റെ ഒരു കാര്യത്തിനകത്ത് സത്യാമ്മയുടെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ വേണ്ടി, സത്യാമ്മയുടെ ഹാർട്ട് അറ്റാക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി കുഞ്ഞേച്ചി സ്വന്തമായി തന്നെ സ്വന്തം കുഞ്ഞിനെ പോലും എനിക്ക് തരാൻ തയ്യാറായി. സത്യങ്ങളൊന്നും വിളിച്ച് പറയാതെ മാറി നിന്ന് കുഞ്ഞേച്ചി സർവ്വത്യാഗങ്ങൾ സഹിച്ചു. ഒറ്റയ്ക്ക് എന്താണ് വിഷ്ണുവേട്ടനെ പോലും അറിയാതെ പ്രസവിച്ചു. ആ പ്രസവിച്ച ആ കുട്ടിയിൽ ഒരാൾ എനിക്ക് തന്നു, മറ്റൊരാൾ ഉണ്ടെന്ന് പോലും അറിയാതെ ആ കുഞ്ഞിനെ എനിക്ക് തരാൻ തയ്യാറായ കുഞ്ഞേച്ചീനെ ഇന്ന് എന്തൊക്കെ മോശപ്പെട്ട വാക്കാണ് പറയുന്നത്. എന്തിന് കുഞ്ഞേച്ചി ഏറ്റവും കൂടുതൽ ജീവന് തുല്യമായി സ്നേഹിച്ച് വിഷ്ണുവേട്ടൻ പോലും കുഞ്ഞേച്ചി തള്ളി പറഞ്ഞു. ഇതിനൊക്കെ യഥാർത്ഥ കാരണം ഞാൻ തന്നെയല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാം സഹിച്ചും ക്ഷമിച്ച് എൻ്റെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി പലതും ചെയ്ത് ഞാൻ പകരം കുഞ്ഞിച്ചിക്ക് എന്താ കൊടുത്തത്? കുഞ്ഞിച്ചിയുടെ ജീവിതത്തിൽ ഡിവോഴ്സ് മേടിച്ച് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ കാരണം ഞാൻ തന്നെയല്ലേ? വിഷ്ണുവേട്ടൻ പറഞ്ഞ സത്യമാണ്. ഞാൻ വന്ന് കയറിയപ്പോഴാണ് ഈ വീടിൻ്റെ സർവ്വസമാധാനം നഷ്ടപ്പെട്ടത്. ഞാൻ ഈ വീട്ടിൽ വന്ന് കയറില്ലാതെ എൻ്റെ കുഞ്ഞിച്ചിക്ക് ഈ ത്യാഗങ്ങളൊന്നും സഹിക്കേണ്ട വരത്തില്ല. എന്നെ കാരണമാണ് കുഞ്ഞിച്ചി ഇത്രയും കാര്യം ചെയ്യുന്നത്. എനിക്ക് ഇത് ഇനി ഇങ്ങനെ മുൻതുടരാൻ പറ്റത്തില്ല. ഞാൻ ഈ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ജീവിതം തന്നെ മടുത്തു എന്ന് അതിന് ഷാനിയെ വിളിച്ച് ശ്യാമ ഭയങ്കര സങ്കടപ്പെട്ട് കുഞ്ഞിച്ചിയുടെ ജീവിതം നശിച്ചതിൻ്റെ പ്രധാന കാര്യം ഞാനാണ്. എനിക്കറിയാം, കുഞ്ഞിച്ചി വിഷമിക്കേണ്ട കേട്ടോ. കുഞ്ഞിച്ചിയുടെ ജീവിതത്തിൽ ഞാൻ കാരണം വന്ന എല്ലാ തെറ്റുകളും ഞാൻ തന്നെ തിരുത്തി തരും എന്നൊക്കെ പറഞ്ഞ് ശ്യാമ എന്താണ് പരസ്പര വിരുദ്ധമായിട്ട് ഇത്രയും സംസാരിക്കാം, ഭയങ്കര ഇമോഷണൽ കയറി സംസാരിക്കാം. അപ്പം തന്നെ ഷാനിക്ക് എന്തോ ഒരു പന്തിയിടുന്നു, ഇതിലെന്തോ വശപശകം ഉണ്ടല്ലോ. ശ്യാമ എന്തെങ്കിലുമൊക്കെ പറയുന്നത്, എടി നീ സത്യങ്ങളൊന്നും വിളിച്ച് പറയുന്ന പറയുമ്പോഴത്തേക്കും പിന്നെ ശ്യാമ വിളിച്ചാൽ ഫോൺ കിട്ടുന്നുമില്ല. ശ്യാമ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ചെയ്യുക, ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് ശ്യാമ നേരെ ഒരു കത്ത് എഴുതുകയാണ്. കത്തിൽ സത്യാവസ്ഥകളെല്ലാം തന്നെ എഴുതുന്നുണ്ട്. സത്യാമ്മ ഈ കത്ത് വായിക്കുമ്പോൾ ചിലപ്പം ഞാൻ ഇതൊന്നും പറയും നേരിട്ട് സത്യാമ്മയുടെ മുന്നിൽ കാണുന്നില്ല. ഞാൻ ഈ വീട് വിട്ട് തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്. എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ, എൻ്റെ കുഞ്ഞേച്ചി ആരെയും ചതിച്ചില്ല. കുഞ്ഞേച്ചിയെക്കുറിച്ച് സത്യാമ്മ ധരിച്ചു വെച്ചിരിക്കുന്ന എല്ലാം തെറ്റിദ്ധാരണ. എൻ്റെ കുഞ്ഞേച്ചി ഈ കുടുംബത്തിൻ്റെ നന്മ മാത്രമേ ഇന്ന് ആഗ്രഹിച്ചുള്ളൂ. അതൊരു പാവമാണ്. എൻ്റെ കുഞ്ഞേച്ചി വളരെ പാവമാണ്. എല്ലാവരുടെയും നന്മകൾ മാത്രം ആഗ്രഹിച്ച് എല്ലാവർക്കും വേണ്ടി സ്വന്തം ജീവിതം തന്നെ ത്യജിച്ചിട്ടേ ഉള്ളൂ. എന്തിന്? സത്യാമ്മയ്ക്ക് വേണ്ടി പോലും സ്വന്തം ജീവിതം വേണ്ടെന്ന് വെച്ച വ്യക്തിയാണ് എൻ്റെ കുഞ്ഞേച്ചി. എൻ്റെ കുഞ്ഞേച്ചിയോ സത്യമോളോ ആരെയും ചതിച്ച വ്യക്തികളല്ല. കുഞ്ഞേച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവന് തുല്യമായി സ്നേഹിക്കുന്ന എൻ്റെ പപ്പിമോളാണ് സത്യമായ കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശ്യാമ കത്ത് എഴുതുവാണ്. ചേച്ചി എനിക്ക് വേണ്ടി ഈ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഓരോ വ്യക്തികൾക്കും വേണ്ടി ഇവിടെ ആർക്കും ഒരു കേടും വരാതിരിക്കാൻ വേണ്ടി മാത്രം, സത്യാമ്മയുടെ തല താഴാതിരിക്കാൻ വേണ്ടി പോലും, സത്യാമ്മ വിഷമിക്കാതിരിക്കാൻ വേണ്ടി പോലും പല കാര്യങ്ങളും മറച്ചു പിടിച്ച് ഉള്ളിൽ നീറ്റലായിട്ട് ഉമിനീര് പോലെ നീറി എൻ്റെ കുഞ്ഞിച്ചി സ്വന്തം ജീവിതം സ്വന്തം കൈ കൊണ്ട് തന്നെ നശിപ്പിച്ചിട്ടുള്ളൂ. അത് സ്വന്തമായി നശിപ്പിച്ചതല്ല, നമുക്കൊക്കെ വേണ്ടി ത്യജിച്ചു എന്ന് പറയുന്നതാണ് സത്യം. അതൊരിക്കലും മനസ്സിലാക്കാതാണ് ഇന്ന് വിഷ്ണുവേട്ടനെ കൊണ്ട് സത്യാമ്മ ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ടത്. എൻ്റെ കുഞ്ഞിച്ചിയുടെ മനസ്സ് ഒന്നാമതേ നീറിയിരിക്കുന്ന മനസ്സിൽ
ഇതും കൂടെ ആകുമ്പോൾ ആ പാവത്തിന് ഇതൊന്നും താങ്ങാൻ കഴിയത്തില്ല. ആ പാവത്തിൻ്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചതിൻ്റെ പ്രധാന കാര്യം ഞാനും കൂടെ തന്നെ വന്നിട്ട് അത് ബാക്ക് വശത്തിൽ എഴുതുന്നുണ്ട്. പപ്പി മോൾ എൻ്റെ സ്വന്തം മകളല്ല. ഞാൻ പപ്പിയെ പ്രസവിച്ചതല്ല. പപ്പി എൻ്റെ മകളല്ല. എനിക്ക് ത്തിനും ജനിക്കാവുന്ന കുഞ്ഞിന് സത്യാമ്മ എന്നെ തള്ളിവിട്ടപ്പോൾ ആ കുട്ടി അബോട്ടായി പോയപ്പം അത് അറിഞ്ഞ് സത്യാമ്മയുടെ മനസ്സ് ഒരിക്കലും വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം എൻ്റെ കുഞ്ഞേച്ചി ആരും ലോകത്ത് ചെയ്യാൻ തയ്യാറാത്ത വലിയൊരു മഹാത്യാഗം ചെയ്താണ്. സ്വന്തം വയറ്റിൽ കിടന്ന കുഞ്ഞിനെ എനിക്ക് ദാനമായി തന്ന് ഞാൻ അമ്മയാകാം എന്ന് പറഞ്ഞ് സത്യാമ്മയുടെ മനസ്സും എൻ്റെ മനസ്സും ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത കാര്യം ഇന്ന് വരെ വിഷ്ണുവേട്ടനോട് പോലും കുഞ്ഞേച്ചിയുടെ വയറ്റിൽ ഒരു കുട്ടി ഉണ്ടായെന്ന് പറഞ്ഞില്ല. അന്ന് കുഞ്ഞേച്ചി പ്രസവിച്ചത് 2 കുട്ടികളാണ്. ആ 2 കുട്ടിയിൽ ഒരു കുട്ടി എനിക്ക് തരാമെന്ന് വാക്ക് പറഞ്ഞ കുഞ്ഞേച്ചിക്ക് ദൈവമായി കൊടുത്തൊരു സമ്മാനമാണ് സത്യമോൾ. ആ സത്യമോളുടെ പരിശുദ്ധിയെക്കുറിച്ചും വിഷ്ണുവേട്ടൻ്റെ മകൾ എന്ന രീതിയിൽ അറിയാതാണ് സത്യാമ്മ ഇത്രമാത്രം കിടന്ന് ആ കുഞ്ഞിനെ പോലും ശപിക്കുന്നത്. എപ്പോഴും സത്യാമ്മ ശപിക്കുമ്പോഴൊക്കെ ഓരോ വട്ടം ഈ സത്യങ്ങൾ തുറന്ന് പറയണമെന്ന് എനിക്കുണ്ടായത്. പക്ഷേ എനിക്ക് എൻ്റെ രോഹിത്തിനെയും എൻ്റെ പപ്പിമോളൊക്കെ നഷ്ടപ്പെടും, ഈ കുടുംബം എനിക്ക് നഷ്ടമാവുന്നുള്ള പേടി കൊണ്ടും കുഞ്ഞിച്ച എന്നെ പറഞ്ഞ കുഞ്ഞിൻ്റെ ജീവിതവും സത്യാമ്മ മാറ്റി നിർത്തിയിരിക്കുകയാണ്. എൻ്റെ ജീവിതം കൂടെ ഇല്ലാതായി കളഞ്ഞ് എൻ്റെ അമ്മയെ അതിനേക്കാളും വിഷമിക്കേണ്ട വന്നിട്ട് അത്ര കാരണം കൊണ്ട് പലപ്പോഴും ഞാൻ പറയാൻ വന്നിട്ടും പറയാതിരുന്ന ഈ ഒറ്റൊരു കാര്യം. പക്ഷേ ഇനിയും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എന്നെപ്പോലെ മഹാഭാവി ആരും കാണത്തില്ല. ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പോലും അർഹതയുള്ള വ്യക്തിയല്ല എന്നൊന്ന് ശ്യാമ ആ കത്ത് അവിടെ കൊണ്ട് അവസാനിപ്പിച്ച് ശ്യാമ ഈ കത്തൊക്കെ മടക്കി അവിടെ വെച്ചിരിക്കുക. അതായത് സത്യാമ്മയുടെ മുറിയിലാണ് ഈ കത്ത് കൊണ്ടുവന്ന് വെക്കുന്നത്. എന്നിട്ട് ശ്യാമ ഒരു കാര്യം എടുത്ത് കഴിക്കുവാണ്. അതായത് ശ്യാമ തൻ്റെ ആ ജീവിതത്തിനെ അവസാനിപ്പിക്കാൻ തന്നെ സമ്പൂർണ്ണമായി തീരുമാനിച്ചതാക്കിയിട്ട് ശ്യാമ വീട്ടിൽ നിന്ന് രാത്രി സാധാരണ പപ്പിമോളാണ് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ശ്യാമ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. കയ്യിൽ എന്താണ് സ്വിച്ച് ഓഫ് ആക്കി വെച്ച ഫോണാണ് ഇരിക്കുന്നത്. അപ്പോഴേ ശ്യാമ എന്താണ് കുഴഞ്ഞങ്ങ് ആ മുറ്റത്തേക്ക് അങ്ങ് വീഴുവാണ്. അതായത് എല്ലാവർക്കും കാണാൻ പറ്റും. ശ്യാമയെ നേരിട്ട് വന്ന് കഴിഞ്ഞാൽ അപ്പോഴേ ശ്യാമ ഇവിടെ കിടക്കുമെന്നുള്ള കാര്യം കാണാൻ പറ്റും. അങ്ങനെ ശ്യാമ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായി തീരുമാനിച്ച് ഒരു തീരുമാനം എടുത്ത് തന്നെ കത്തിൽ സത്യങ്ങളെല്ലാം എഴുതി വെച്ച് ശ്യാമ അവിടെ കൊണ്ട് സത്യങ്ങൾ തുറന്ന് പറയുന്നത് കാണിച്ചാണ് ഇനി അങ്ങോട്ടേക്ക് അടുത്ത ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ റിവ്യൂ ഓരോ വീഡിയോ ഞാൻ എഴുതുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണും. ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ കമൻറ്റ് വിശ്വാസം ആരും മറക്കണ്ട. ബൈ.